അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ബജറംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ഇതിന് പിന്നാലെ അവരെ അനധികൃതമായി ജയിലിലടക്കുകയും ചെയ്ത് ജാമ്യം പോലും ലഭിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. സെഷൻസ് കോടതി പരിസരത്തടക്കം വലിയ രീതിയിലുള്ള ബജറംഗ് ദളിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അവസാനം നീണ്ട പോരാട്ടത്തിനൊടുവിൽ 9ാം നാൾ ആ കന്യാസ്ത്രീമാർ പുറത്തു വരികയാണ്. കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളടക്കം അവർക്കൊപ്പമുണ്ട്. കേരളത്തിലെ ജനത അവർക്കൊപ്പമുണ്ടായിരുന്നു. അവർക്ക് തികഞ്ഞ പിന്തുണയാണ് ഈ നേതാക്കളടക്കം ഒറ്റക്കെട്ടായി നൽകിയിരുന്നത്. ആ പോരാട്ടം, ആ 9 ദിവസത്തെ പോരാട്ടം ഇത്തരത്തിൽ ബജറംഗ് ദളിന്റെയും സംഘപരിവാർ അതിക്രമത്തിനെതിരായ പോരാട്ടത്തിനൊടുവിൽ 9ാം നാൾ ആ കന്യാസ്ത്രീകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന എന്നിവർ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. 9ാം നാൾ അവർ ജയിൽ മോചിതരായിരിക്കുകയാണ്. CPM നേതാക്കളുണ്ട്, CPI നേതാക്കളുണ്ട്, BJP നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കൾ അവർക്കൊപ്പമുണ്ട്. കേരളം ഒപ്പം എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ഈ ദുർഗ് ജയിലിൽ നിന്ന് നമുക്ക് നൽകുവാൻ സാധിക്കുന്നത്. സംഘപരിവാർ ബജറംഗ് ദളിന്റെ അതിക്രമത്തിന് ഇതാദ്യമായിട്ടല്ല ഒരു ക്രൈസ്തവർ ഛത്തീസ്ഗഡിൽ ഇരയാകുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടക്കം ഇടപെടൽ ഉണ്ടാവുകയും ഇതിന് പിന്നാലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ചില അനുകൂല നിലപാടുകൾ വരികയും ചെയ്തിരുന്നത്. അവസാനം NIA കോടതിയിൽ നിന്ന് ഇന്ന് ജാമ്യം അനുവദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതി നിരീക്ഷണങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കെതിരെ കേസെടുത്തത്. അവർക്കെതിരെ തെളിയിക്കുവാൻ കൃത്യമായ തെളിവുകൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും 9ാം നാൾ ആ കന്യാസ്ത്രീകൾ പുറത്തു, അവർക്ക് കർശന ജാമ്യ ഉപാധികളുണ്ട്. അവർക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്ന ഉപാധികളുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ജയിൽ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ഒരു വാക്ക് സന്തോഷം എന്നുള്ള ഒരു വാക്കിന് വേണ്ടി നമുക്ക് കാതോർക്കാം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർക്ക് പ്രതികരിക്കുക. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ പ്രതികരിക്കുകയാണ്. ആ വാക്കുകളിലേക്ക് നമുക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ വളരെ സന്തോഷം. വലിയൊരു പോരാട്ടത്തിന് ശേഷം ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുന്നത് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. ഈ സന്തോഷത്തിൽ കേരളം ആകെ പങ്കുചേരുന്നു. എന്തായാലും കേരളം ഒറ്റക്കെട്ടെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ, ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലെ ഒരു ദുർഗ് ജയിലിൽ നിന്ന് കന്യാസ്ത്രീമാർ, മലയാളി കന്യാസ്ത്രീമാർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസം വലിയ രീതിയിൽ അവർ ദുരിതം അനുഭവിച്ചിരുന്നു. ജയിലിനുള്ളിൽ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 8 ദിവസവും അവർ കഴിഞ്ഞത്. എന്തായാലും അവരുടെ വാക്ക്, ഒരു വാക്കിന് വേണ്ടി നമുക്ക് കാതോർക്കാം. ഒരു വാക്കിന് വേണ്ടി നമുക്ക് കാതോർക്കാം. എന്തായാലും പ്ലീസ്